ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെയാണോ നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ശരിക്കും അവരെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതിലല്ല, അതിനേക്കാൾ കൂടുതൽ ഡെപ്ത് ഉള്ള ഒരു കാര്യമാണ് അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്തൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള 5 സ്ട്രോങ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്റ്റുകളാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഫാക്റ്റ് ആണ് ഇമോഷണൽ കണക്ഷൻ മാറ്റേഴ്സ് മോർ ദാൻ ദ ലോജിക്. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളോട് വന്നിട്ട് പറയാണ് അവരുടെ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? അതിന്റെ സൊല്യൂഷൻ അങ്ങോട്ട് ആദ്യം പറഞ്ഞു കൊടുക്കും. ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ വേണ്ടത് ലോജിക്കല്ല. അത് പുരുഷന്മാരെ സംബന്ധിച്ച് അവരെപ്പോഴും ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇപ്പൊ അവരുടെ ലൈഫിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അവരിങ്ങനെ കരഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ചെയ്യുന്നത് എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം, എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, ഈ രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. സോ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അവരെപ്പോഴും ഇമോഷണലി ആണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് വിചാരിച്ച് സ്ത്രീകൾ ഒരിക്കലും ലോജിക്കലി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യില്ല എന്നല്ല കേട്ടോ പറയുന്നത്. കൂടുതലും അവർ ഇമോഷണലി ആണ് ഒരു പ്രശ്നത്തിനെ ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളെ ആണെങ്കിലും അവർ ആദ്യം അത് ഇമോഷണലി ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനുശേഷമാണ് ആ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു ലോജിക്കൽ സൈഡിലോട്ട് അവർ ചിന്തിക്കുന്നത്. സോ ഇതുപോലെ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളോട് വന്നിട്ട് അവരുടെ ഒരു പ്രശ്നം ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് പറയുന്നു, അപ്പം നമ്മൾ അവരെ കേട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. അവരൊരു ബേർഡൻ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ബേർഡൻ എവിടെയെങ്കിലും ഇറക്കി വെക്കാനുള്ള ഒരു സ്പേസ് ആണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അതായത് അവർക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം അവരുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ അവരെ കേട്ടിരിക്കാൻ റെഡി ആവുമ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ പറയുന്നതിലൂടെ ഒരു ഭാരം ഇറക്കി വെച്ച പോലെയുള്ള ഒരു ഫീലാണ് അവർക്ക് കിട്ടുന്നത്. സോ അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റിലീഫ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരെ കറക്റ്റ് ആയിട്ട് ലിസൺ ചെയ്യാന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അവരുമായിട്ട് ഒന്നുകൂടി കണക്ട് ആവാൻ ശ്രമിക്കാം. അതാണ് ശരിക്കും ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. ഒരു പ്രോബ്ലം നിങ്ങളോട് വന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരെ ഒന്ന് സമാധാനിപ്പിക്കുക. ഇല്ല, കുഴപ്പമില്ല കേട്ടോ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ, ഈ രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കാം. അപ്പൊ അവർക്ക് ഒരു ഇമോഷണൽ സേഫ്റ്റി അവിടെ ഫീൽ ചെയ്യും. ശരിക്കും എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ അവരുടെ ഹസ്ബൻഡിനോടാണെങ്കിലും അവരുടെ ബ്രദേഴ്സിനോടാണെങ്കിലും ഫാദറിനോടാണെങ്കിലും ആരോടാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പോയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവര് നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്, ഒരു ഇമോഷണൽ സപ്പോർട്ട്. അല്ലാതെ ഒരിക്കലും ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ആർക്കാണെങ്കിലും ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഷീ വാല്യൂ കൺസിസ്റ്റൻസി. എന്താണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഒരാളെ ഒരുപാട് സ്നേഹിക്കുന്നു. അതായത് ഫസ്റ്റ് ഒരു വീക്ക് നമ്മൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു മാസം നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അവർക്ക് സ്നേഹം നമ്മൾ വാരിക്കോരി കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ, ഇത് നമുക്ക് നോർമലൈസ് ആയി. ഇവര് നമ്മുടെ വൈഫാണ്, നോർമലി നമ്മുടെ പാരൻസ് ഒക്കെ എങ്ങനെയാണോ നമുക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് അവരോട് സ്നേഹമുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ട് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഇവർ നമ്മുടെ വൈഫായി, നമ്മളേതായി എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ പിന്നീട് ഇവരെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഇവർക്ക് നമ്മളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ ചെറിയ ചെറിയ എഫേർട്ടുകൾ എടുത്തിട്ടുള്ള ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നതാണെങ്കിലും ആ ഒരു പഴയ ഒരു ആത്മാർത്ഥത നമ്മൾ കാണിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് മീൻ ചെയ്യുന്നത് നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന സാധനം അതേ അളവില് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന സ്നേഹം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു അളവ് തന്നെ നിങ്ങൾ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു അളവിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ പോലും ഒരു പരിധി വരെ ഒരു 80% നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ഒരുവിധം ഉള്ള റിലേഷൻഷിപ്പിലൊക്കെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഭയങ്കര ഹൈ ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. അതൊന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ, ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മാരീഡ് ലൈഫിന്റെ ആ ഒരു പുതുമയൊക്കെ കഴിയുന്ന സമയത്ത് അത് നേരെ താഴോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അവിടെ ചേഞ്ചസ് വരും. ശരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ഇപ്പോൾ ഇച്ചിരി പൊങ്ങി അത് ഇത്തിരി താഴ്ന്നു, ആ ഒരു രീതിയിൽ, ഇങ്ങനത്തെ ഒരു രീതിയിൽ പോവാന്നുണ്ടെങ്കിൽ അത് വിഷയമല്ല. പക്ഷെ ഇങ്ങനെ ആ ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ, അതായത് ഒരുപാട് സ്നേഹം കൊടുത്തു പിന്നെ ഒട്ടും കൊടുക്കുന്നില്ല, ആ രീതിയിൽ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നമാവുന്നത്. അപ്പൊ എങ്ങനെയാണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ ഡെയിലി അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ. അപ്പോൾ അത് പയ്യെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ടൈമാണ് ആദ്യം കുറഞ്ഞു വരുന്നത്. എല്ലാ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ ഏതൊരു മാരീഡ് ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴും എല്ലാ ദിവസവും കുറച്ച് ടൈം, അത് എത്രയാന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ചിട്ടാണ്, ആ ഒരു ടൈം അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവും. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ടൈം, ഇപ്പോൾ ഒരു 1 hour ആണെന്ന് വിചാരിച്ചോ, ആ ഒരു 1 hour അവരോട് മാത്രം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ തന്നെ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരാളുടെ സപ്പോർട്ടോ ഹെൽപ്പോ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യമില്ല. കാരണം അവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറയും, എനിക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിനെങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഈസിയാണ് ഒന്നുകൂടെ. കാരണം അവർ പറഞ്ഞ ആ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഷി നോട്ടീസ് സ്മാൾ ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടുന്ന ചെറിയ ചെറിയ എഫേർട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അവർ നോട്ട് ചെയ്ത് വെക്കുന്നുള്ളതാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് നിങ്ങൾക്ക് ആദ്യം വിളമ്പുന്നതിന് പകരം അവർക്ക് ജസ്റ്റ് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിക്കാം. അത് മേ ബി ഇപ്പം നിങ്ങൾ അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ നിങ്ങളിങ്ങനെ കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല. നോർമലി നിങ്ങൾ അങ്ങനെ ചെയ്തതായിരിക്കും. പക്ഷെ അത് അവരവിടെ നോട്ട് ചെയ്യും. കാരണം അവരെനിക്ക് വിളമ്പിയിട്ടാണല്ലോ സ്വന്തമായിട്ട് വിളമ്പിയത് എന്നുള്ള ഒരു കാര്യത്തിൽ അവർ നോട്ട് ചെയ്യും. അത്ര സിമ്പിളാണ് ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ അവർ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്ന നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും അവർക്ക് ഹേർട്ട് ആവുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഇതുപോലെ അവരെ സന്തോഷിപ്പിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ അവർക്ക് ഹേർട്ട് ആവാനും നമ്മുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്ക് മതി. അപ്പൊ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇങ്ങനെ അവർക്ക് ഹേർട്ടാവോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. നിങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അവരെ ഒന്ന് കെയർ ചെയ്താൽ മതി. അത് വെച്ചിട്ട് സോറി കേട്ടോ, എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്, ഇനി അങ്ങനെ ചെയ്യില്ല, ഈ രീതിയിൽ നിങ്ങൾ അവരൊന്ന് കൺസിഡർ ചെയ്താൽ മതി. പ്രശ്നം അവിടെ സോൾവ് ആയിക്കോളും. ഇനി നാലാമത്തെ കാര്യം, ഇമോഷണൽ സേഫ്റ്റി ഇസ് ദ പ്രയോറിറ്റി. അതായത് ഒരു ഗേളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വുമണിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് ഇമോഷണൽ സേഫ്റ്റിക്കാണ്. അതായത് അവർക്ക് എവിടെ നിന്നാണോ ഇമോഷണൽ സേഫ്റ്റി കിട്ടുന്നത് ആ ഒരു സൈഡിലേക്ക് അവരെപ്പോഴും ഒന്നുകൂടി കണക്റ്റഡ് ആയിട്ടിരിക്കും. അതിപ്പോൾ മേ ബി അവരുടെ ഫാമിലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഫാമിലിയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് കാണിക്കുന്ന സ്ത്രീകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഇമോഷണൽ സേഫ്റ്റി കിട്ടുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഇവർക്ക് ഒരു ചെറിയ ചായ്വുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിലും നിങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഇമോഷണൽ സേഫ്റ്റിയാണ്. അത് കൊടുക്കാനുള്ള വഴികളൊക്കെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞല്ലോ. ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇമോഷണൽ സേഫ്റ്റി കുറയാനുള്ള കാരണമാവും അത്. അതായത് ഇപ്പൊ നിങ്ങളുടെ ഫാമിലിനെ അവരെക്കാൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു, ഇവർക്ക് അത്ര പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ വന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക പോലും ചെയ്യാതെ അവരുടെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഫാമിലിയിലുള്ള ആരെങ്കിലും വന്ന് നിങ്ങളെ വിളിക്കുമ്പോൾ ഇവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു കോൺവെർസേഷൻ അവിടെ ബ്രേക്ക് ചെയ്ത്
നിങ്ങൾ അവരുടെ കൂടെ പോകുന്നു. ഇത് ഒരു തവണയല്ല, ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സേഫ്റ്റി കുറയാൻ കാരണമാവും. ഇനി 5ാമത്തെ കാര്യം, ഷീ ടെസ്റ്റ് ദ റിലേഷൻഷിപ്പ് അൺകോൺഷ്യസ്ലി. അതായത് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് അവര് ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തും. അത് അവർ ഓക്കെ, എൻ്റെ ഹസ്ബൻഡിന് നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് എന്നോട് സ്നേഹം ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ അവർ മൈൻഡിൽ വിചാരിച്ച് ഒരു ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്നതല്ല. അത് അവർ അൺകോൺഷ്യസ് ആയിട്ട്, അതായത് അവർ പോലും അറിയുന്നുണ്ടാവില്ല ഞാൻ ഈ ഒരു ടെസ്റ്റ് നടത്താണെന്നുള്ളത്. ആ രീതിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇത്. ഒരുവിധം എല്ലാ സ്ത്രീകളിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫൈറ്റ് അവർ തന്നെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കും. ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ, അല്ലെങ്കിൽ അതൊക്കെ അവർ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചില കൊനിഷ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അവരുടെ അടുത്ത് നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അൺകോൺഷ്യസ്ലി നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വുമൺ സൈക്കോളജി മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വുമൺ സൈക്കോളജി മനസ്സിലാക്കി നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാം. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം, അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഈ ഒരു വുമൺ സൈക്കോളജി മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ അവരുടെ ഇമോഷണൽ വേൾഡിനെ റെസ്പെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി അറിഞ്ഞ് നമുക്ക് അവരോട് പെരുമാറാനായിട്ട് കഴിയും. സോ എല്ലാ പുരുഷന്മാരും വുമൻസിന്റെ സൈക്കോളജിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം, അവെയർ ആയിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനും അതേപോലെ നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.